ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നിവിടെ പറയുന്ന വിഷയം ഇടവം 1 ഇന്ന് ഇടവം 1 വർഷങ്ങൾക്ക് ശേഷം മഹാഭാഗ്യം കൈവരാൻ പോകുന്നു എന്നുള്ളതാണ്. ആരൊക്കെ? ഈ പറയുന്ന 8 നക്ഷത്രക്കാരും അവരുടെ കുടുംബവും രക്ഷ നേടും എന്നുള്ളതാണ്. ഇവിടെ ഒരു 8 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ആ നക്ഷത്രക്കാരും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വേണ്ടപ്പെട്ടവരും രക്ഷ നേടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണിന്ന്, അതായത് ഇടവ 1 എന്ന് പറയുന്നത്. ഈ പറയുന്ന 8 നാളുകാരുടെയും സർവധന സമ്പത്തിൻ്റെ വളർച്ചയും തൊഴിൽ മണ്ഡലവും കുടുംബ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. സർവ അഭീഷ്ടസിദ്ധി എന്ന് തന്നെ പറയാൻ സാധിക്കും. 8 നാളുകാരുടെ ജീവിതത്തിലും എടുത്തു പറയേണ്ട പല നല്ല മാറ്റങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും. 2025 ഏപ്രിൽ മാസത്തിൽ പല നാളുകാർക്കും ഒട്ടനവധി കഷ്ടതകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഗ്രഹമാറ്റങ്ങളുടെ സമയത്ത്. ഇന്നു മുതൽ ഈ 8 നാളുകാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവിടെ പറയുന്ന ഫലങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തുക. അതിനുശേഷം ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹങ്ങളുടെ ബലം മനസ്സിലാക്കുകയും ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണോ ശുഭസ്ഥാനത്താണോ എന്നുള്ള കാര്യങ്ങളും ദശ അന്തർദശ എന്നിവ അപഹാരങ്ങൾ എന്നിവ കൂടി മനസ്സിലാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതായിരിക്കും. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇടവം 1 എന്നത് മാത്രമല്ലാതെ വ്യാഴം രാശി മാറിയ ദിവസം കൂടിയാണ്. വ്യാഴത്തിൻ്റെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ജാതകനിൽ ശുഭഫലങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ശുഭഫലങ്ങളുടെ വരവ് ഉണ്ടാകുന്നതെന്ന് പറയാം. അപ്പോൾ ഇനി ആ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നാളുകാർക്ക് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധികളും ഉണ്ടാകുന്നൊരു സമയമാണ്. തൊഴിൽ നേട്ടവും വിദ്യാപുരോഗതിയും വന്നു ചേരുന്ന ഒരു സമയം. പല മേഖലകളിൽ നിന്നും തൊഴിലവസരങ്ങൾ വരാനുള്ള യോഗം കാണുന്നുണ്ട്. ഉപരിപഠനത്തിനും തൊഴിൽ സ്ഥാനക്കയറ്റത്തിനും യോഗം വന്നു ചേരും. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ കഷ്ടതകൾ മാറി കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. കാർത്തിക നാളുകാർക്ക് വ്യാഴൻ വളരെ അനുകൂല സ്ഥിതിയിൽ വരുന്നതിനാൽ സാമ്പത്തിക വളർച്ചയും ആരോഗ്യകരമായിട്ടുള്ള നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ്. സുന്ദരമായിട്ടുള്ളൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റിയ ഒരു അസുലഭകരമായിട്ടുള്ളൊരു സമയമായിരിക്കും ഇത് എന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നാളുകാർക്ക് ഭൂമിയോ സമ്പത്തോ കൈവശം വന്ന് ചേരുവാനുള്ള യോഗം കാണുന്നു. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. കൂടാതെ തന്നെ വിദേശത്ത് സ്ഥിരമായിട്ടുള്ളൊരു താമസത്തിലേക്കായോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിലേക്കായോ യാത്രകൾ നടത്തുന്നതും അല്ലെങ്കിൽ നടത്തേണ്ടതായിട്ടുമുള്ള യോഗമുണ്ടാകും. വ്യാഴദൃഷ്ടിയും ശുക്രദൃഷ്ടിയും അനുകൂലാവസ്ഥയിൽ വരുന്നതിനാൽ ധനപരമായിട്ടുള്ള ഉയർച്ചയായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. കൂടാതെ ഗൃഹലാഭവും വാഹനലാഭവും ഉണ്ടാകുന്നൊരു സമയം. കൂട്ടു ബിസിനസ്സുകളിൽ നല്ല വിജയം പ്രതീക്ഷിക്കാം. ഒന്നിലധികം മേഖലകളിൽ തൊഴിൽ നേടുവാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് ഈ വരുന്നത്. തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ സമയം ധന അഭിവൃദ്ധിയായിരിക്കും പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ കരാർ ജോലികൾ വഴി മികച്ച വരുമാനം വന്നു ചേരുന്നതായിരിക്കും. കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിപ്പോൾ വിവാഹമോ ഗൃഹപ്രവേശനമോ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും
ശനിയുടെ ഭാഗ്യദൃഷ്ടിയും മൂലം സകല രംഗങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അടുത്തതായി വരുന്നത് പൂയം നക്ഷത്ര ജാതകമാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് പ്രധാനമായും തൊഴിൽ നേട്ടമാണ് വരാൻ പോകുന്നത്. കുറേ കാലങ്ങളായി ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകാത്ത ഒരു അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ പറ്റുന്ന ഒരു സമയം. നല്ല മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ വഴി തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുബലം വർദ്ധിക്കുന്ന സമയമായിരിക്കും. ആഘോഷ പരിപാടികളിൽ കുടുംബത്തിൽ നടക്കുവാനും ആഘോഷ പരിപാടികളിൽ പങ്കുചേരുവാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ, ദേവാലയങ്ങൾ എന്നിവ സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും സാധിക്കുന്നതായിരിക്കും. തുടർന്ന് വരുന്നത് മകം നക്ഷത്രമാണ്. ഈ മകം നക്ഷത്ര ജാതകർക്ക് സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായ സഹകരണവും ഉണ്ടാകുന്നതാണ്. കുറച്ചധികം കഷ്ടപ്പെട്ട് വന്നൊരു നക്ഷത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മകം നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ സമാധാനപരമായ ഒരു ജീവിതമായിരിക്കും ഇനി മകം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും മകം നാളുകാർക്ക് വ്യാഴം ഉച്ചസ്ഥിതിയിലായതിനാൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കും എന്നതാണ്. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ, നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ചർമ്മ പ്രശ്നങ്ങൾ, ചർമ്മപരമായിട്ടുള്ള രോഗങ്ങൾ എന്നീ രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന ജാതകർക്ക് അതൊക്കെ മാറിക്കിട്ടുകയും ആശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ഈ വരുന്നത് എന്ന് പറയാം. അടുത്തതായി വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥയിൽ വരികയും ചെയ്യുന്നതായിരിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും വിദേശ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ഉന്നതി ഉണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. നല്ല സുഹൃത്തുക്കൾ വഴിയുള്ള ബന്ധങ്ങൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. തുടർന്ന് വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്ക് നിലവിൽ അനുഭവിച്ച് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. രോഗാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഔഷധ സേവയിൽ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും അതിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടാകും. കർമ്മമേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ജോലിക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയവുമായിരിക്കും. പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനം ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ സന്താനങ്ങൾക്ക് ശോഭിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഉയർച്ചയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഈ സാമ്പത്തിക ഉയർച്ചയിൽ ജീവിതത്തിലെ ചിട്ടകളൊന്നും കൈമോശം വരുത്താതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രകൃതിദത്തമായ ചികിത്സാ രീതികളായിരിക്കും ഏറെ ഗുണം നൽകുന്നത്. കൂടാതെ തന്നെ പ്രകൃതിദത്തമായ ഭക്ഷണശീലവും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഗുണം ചെയ്യും എന്നതുകൂടി ഓർക്കുക. പല രീതിയിലും ധനവരവ് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെയുള്ള സമ്മാനങ്ങൾ, ലോട്ടറി എന്നിവയിലൂടെയോ പൂർവിക സ്വത്തിൻ്റെ രൂപത്തിലോ ധനവരവ് ഉണ്ടാകും. ഗൃഹലാഭവും വാഹന ലാഭവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അനിഴം നാളുകാരുടെ സുഹൃത്ത് ബന്ധങ്ങൾ വഴി പുതിയ മേഖലകളിൽ കഴിവ് തെളിയിക്കുവാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ വ്യാഴം, ശുക്രൻ, ആദിത്യൻ എന്നീ 3 ഗ്രഹങ്ങൾ ഇടവം, കർക്കിടകം, ചിങ്ങം എന്നീ ലഗ്നങ്ങളിൽ വരുമ്പോൾ 8 നക്ഷത്രക്കാരുടെ ലഗ്നാൽ വരുന്ന ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. ആദിത്യൻ ലഗ്നാൽ ബലവാനായി നിൽക്കുകയും 10ാം ഭാവത്തിൽ ഉത്തമ ദൃഷ്ടിയോടുകൂടിയും വരുന്നതാണ്. ആ ഒരു രീതിയിലാണ് ആദിത്യൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.